ജന്മന ഓട്ടിസം ബാധിച്ച ഏകമകൾ സുമിജയ്ക്ക് ചികിത്സ പോലും നൽകാൻ കഴിയാതെ ദുരിത ജീവിതം നയിക്കുകയാണ് ഒളവണ്ണ മാമ്പുഴക്കാട്ട് മീത്തേൽ കോളനിയിൽ രാജനും സുമയും. സുമിജയ്ക്ക് 36 വയസ്സായി. സംസാരിക്കാനോ നടക്കാനോ ഒന്നും പറ്റാതെ അവസ്ഥയാണ്. ഒളവണ്ണ പഞ്ചായത്തിലെ മാമ്പുഴക്കാട്ട് കോളനിയിലെത്തുന്ന ആരെയും കരളലിപ്പിക്കുന്ന കാഴ്ചയാണിത്. ഓട്ടിസം ബാധിച്ച ഏകമകൾ സുമിജയെ പരിചരിച്ചുള്ള ഇവരുടെ ജീവിതത്തിന് ഇപ്പോൾ സുമിജയുടെ അതേ പ്രായമാണ്. സംസാരിക്കാനോ നടക്കാനോ ഒന്ന് നേരെ ഇരിക്കാൻ പോലും പറ്റാത്ത സുമിജയുടെ താങ്ങും തണലുമാണ് ഈ വൃദ്ധ മാതാപിതാക്കൾ. ജീവിത പ്രാരാബ്ദം കൂടിയതോടെ കഴിഞ്ഞ 15 വർഷത്തിലേറെയായി കൃത്യമായ ചികിത്സ നൽകാൻ പോലും പ്രയാസപ്പെടുകയാണ് ഈ കുടുംബം. ആഴ്ചയിൽ 3 ദിവസവും കോഴിക്കോട്ടെ പല സ്ഥലങ്ങളിലും ഉന്തുവണ്ടികളിൽ പച്ചക്കറി കച്ചവടത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഭക്ഷണത്തിന് പോലും തികയുന്നില്ല. രാജന് കിട്ടുന്ന വാർദ്ധക്യകാല പെൻഷനും സുമിജയുടെ വികലാംഗ പെൻഷനും കിട്ടിയിട്ട് 7 മാസം കഴിഞ്ഞു. അതോടെ സഹകരണ ബാങ്കിൽ നിന്നും വാങ്ങിയ 2 ലക്ഷം രൂപയുടെ ലോണിന്റെ തിരിച്ചടവ് മുടങ്ങി. ഇനി ജപ്തി നോട്ടീസ് ഏത് സമയത്തും ലഭിക്കുമെന്ന ആശങ്കയിലാണ് കുടുംബം. പറ്റ മോശമാണ്. പിന്നെ മോള് അസുഖം പറഞ്ഞാൽ 2-3 വയസ്സ് തുടങ്ങിയപ്പോഴാണ് നടക്കില്ല എന്ന് പറഞ്ഞത്. ആദ്യം ദയനീയം മോശമാണ്. പിന്നെ നമ്മള് മറ്റേ കച്ചവടത്തിനും ഇപ്പോൾ പണിക്കൊന്നും ഇപ്പോൾ അങ്ങനെ പോകാൻ കഴിയില്ല. പോയതിന് 2 ദിവസം 3 ദിവസം പോയാലും ചെലവും കാര്യമൊക്കെ ബുദ്ധിമുട്ടാണ്. മരുന്നിനാണ് ബുദ്ധിമുട്ടാണ്, ചെലവില്ല. പിന്നെ മോളെ പെൻഷനും വരുന്നുണ്ട്. വീടിന്റെ കാര്യങ്ങൾ വീടിന്റെ അവസ്ഥയും ഏറെ ദയനീയമാണ്. വീടിനകത്ത് സുരക്ഷിതമായി കിടക്കാൻ പറ്റിയ ഒരു മുറി പോലുമില്ല. ആകെയുള്ള ശുചിമുറി വീടിന് പുറത്താണ്. അതിനാണെങ്കിൽ വാതിലുമില്ല. നിലവിൽ ഒരു തുണി വെച്ച് മറച്ച നിലയിലാണ് ശുചിമുറി. നടക്കാൻ പോലും കഴിയാത്ത സുമിജയെ തോളിലേറ്റി വേണം പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ. എന്നാൽ സുമിജയെ ശുചിമുറിയിലേക്ക് എത്തിക്കാൻ ശാരീരിക അവശതകളുള്ള രാജനും ഭാര്യ സുമയ്ക്കും ഇപ്പോൾ അതിനുപോലും പറ്റാത്ത അവസ്ഥയാണ്. പണിക്ക് പോകുന്നത് എന്തുകൊണ്ടിൽ പച്ചക്കറി എടുത്ത് പോയി കഴിഞ്ഞാൽ മൂപ്പർക്ക് തീരെ വയ്യ, ഓരോ വേദന, കാല് വേദനയായിട്ട് ഇവിടെ ഇരുന്ന് കുഞ്ഞു കൊടുക്കണ പണി എനിക്ക്. ഞാൻ 2 ദിവസം 3 ദിവസം പോയില്ല, ഞങ്ങൾ പട്ടിണി കിടക്കൂല. വയ്യാത്തൊരു കുട്ടിയില്ല, കുട്ടി ചോദിച്ച് ആഹാരം കൊടുക്കണ്ടേ. അയാൾക്ക് ഇത് ഇഷ്ടമുള്ളതൊന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. എപ്പോഴും ബിരിയാണി വേണമെന്ന് അങ്ങനെയൊക്കെയാ പറയുക. ഹോട്ടലിലെ കനങ്ങൾ ഒക്കെയാ പറയുക. ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കാനാണ് എത്ര ചോറും കഞ്ഞിയും കൊടുക്കുക, അത് തിന്നാൻ കൂട്ടക്കൂല. നേരത്തെ വീടിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ 1 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചിരുന്നു. എന്നാൽ പഞ്ചായത്തിൽ വീടിന്റെ രേഖകളില്ലെന്ന് കാരണം ചൂണ്ടിക്കാട്ടി പിന്നീട് അത് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. മനസ്സിലുള്ളവരുടെ കരുണയുണ്ടെങ്കിൽ മാത്രമേ ഇനി ഈ കുടുംബത്തിന് മുന്നോട്ടു പോകാനാവൂ. അങ്ങനെയുള്ളവരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഓട്ടിസം ബാധിച്ച സുമിജിയും അവളുടെ താങ്ങും തണലുമായ ഈ വൃദ്ധ മാതാപിതാക്കളും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.